അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തിയതും അഴിമതി ആരോപണമായിരുന്നു. ഡൽഹിയുടെ ഭരണം കയ്യിൽ നിന്ന് പോയത് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ കുതിപ്പിനും വേഗം കുറഞ്ഞു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്ക് അടിപതറി. ഒടുവിലിതാ ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ് കേജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ 23 പേരെ മദ്യനയ അഴിമതി കേസിൽ ഡൽഹി റൌസ് അവന്യൂ കോടതി കുറ്റവിമുക്തരാക്കി. ഡൽഹിയുടെ ഭരണം അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ബലം പകരുന്നതാണ് ഈ കോടതി വിധി. കാണാം ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുണേ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. हम हमेशा कहते थे सत्य की जीत होती है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നത് 156 നാൾ, മനീഷ് സിസോദിയ 530 ദിവസം. അഴിമതിക്കായാണ് മദ്യനയമെന്ന CBI വാദം തള്ളിയാണ് 23 പേരെയും കോടതി വെറുതെ വിട്ടത്. കുറ്റകരമായ ഗൂഢാലോചന തെളിയിക്കാനായില്ല. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാനാകില്ലെന്നും റോസ് അവന്യൂ കോടതി വ്യക്തമാക്കി. അന്വേഷണം നടത്തിയ CBI ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശയുണ്ട്. അപ്പോൾ എന്തിനായിരുന്നു 2024 മാർച്ച് 21 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്? मोदी जी ने और अमित शाह जी ने मिलके आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा. आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया. EDയെയും CBIയെയും കേന്ദ്രം ആയുധമാക്കിയെന്ന് ഇന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നാളുകളിൽ തന്നെ ചില സംശയങ്ങൾ ബാക്കിയായിരുന്നു. 4ാമത്തെ കുറ്റപത്രത്തിലാണ് കെജ്രിവാളിന്റെ പേരുൾപ്പെട്ടത്. എന്തായിരുന്നു തെളിവ്? സാക്ഷിമൊഴി മാത്രം. ആരാണ് സാക്ഷി? രാഘവ റെഡ്ഡി. കേസിൽ അറസ്റ്റിലായ രാഘവ റെഡ്ഡിയെ മൊഴി നൽകിയ ശേഷം കേസിൽ സാക്ഷിയാക്കി. പിന്നാലെ രാഘവ റെഡ്ഡിയുടെ പിതാവ് മകുന്ദ ശ്രീനിവാസുലു റെഡ്ഡി ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി. TDP ടിക്കറ്റിൽ മത്സരിച്ചാണ് മകുന്ദ റെഡ്ഡിയുടെ ജയം. 100 കോടി രൂപ കൈക്കൂലി വാങ്ങിയതിന് ചെറിയ തെളിവെങ്കിലും പുറത്തുവിടാൻ കെജ്രിവാൾ വെല്ലുവിളിച്ചെങ്കിലും ഒന്നും പുറത്തു വന്നില്ല. തനിക്കെതിരെ തെളിവില്ലെന്ന കെജ്രിവാളിന്റെ വാദം കോടതി ഒടുവിൽ ശരിവച്ചു. ഇനി മറ്റൊരു കഥയിലേക്കാണ്. മോദി സർക്കാർ അധികാരത്തിലേറിയ 2014 ശേഷമുള്ള കഥയിലേക്ക്. 2014 ശേഷമുള്ള 10 വർഷത്തിനിടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന പ്രതിപക്ഷത്തെ 25 പ്രമുഖ നേതാക്കളാണ് BJPയിലെത്തിയത്. 10 പേർ കോൺഗ്രസിൽ നിന്ന്, NCP ശിവസേന പാർട്ടികളിൽ നിന്ന് 8 പേർ, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് 3 പേർ. ദി ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഈ നേതാക്കളിൽ 3 പേർക്കെതിരെയുള്ള കേസുകൾ ഇല്ലാതായി. ബാക്കിയുള്ളവർക്കെതിരെയുള്ള അന്വേഷണം നിലച്ചു. NCPയുടെയും ശിവസേനയുടെയും പിളർപ്പിന് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കാരണമായെന്നാണ് വിലയിരുത്തൽ. പിന്നാലെ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യത്തിന് ഭരണവും നഷ്ടമായി. ഡൽഹിയിലും ഇതുതന്നെയാണ് BJP ലക്ഷ്യമിട്ടതെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം. ആം ആദ്മി പാർട്ടി പിളർപ്പിന്റെ വക്കിലെത്തി. ചില നേതാക്കൾ BJPയിലെത്തി. എന്നാൽ പിളർന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റു. हमें पूरा विश्वास है कि झूठ हारेगा और दोषी को सजा मिलेगी. भ्रष्टाचारी अरविंद केजरीवाल का सत्य सारी दिल्ली को पता है. കുറ്റവിമുക്തരാക്കിയ വിധിയിൽ BJP പ്രതികരണം ദുർബലമാണ്. ഉത്തരവ് സാങ്കേതിക പിഴവെന്ന് പറഞ്ഞ് നേതാക്കൾ ഒഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് ആരോപണവുമായി എത്തി. ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ അപ്രത്യക്ഷമാകുന്നതിന് പിന്നിൽ BJPയുടെ ഒത്തുകളിയെന്ന പ്രതികരണം. കുറ്റവിമുക്തരാക്കിയതോടെ കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും വൻ കുതിപ്പ് നടത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താൻ BJPയെ വെല്ലുവിളിച്ച് കെജ്രിവാൾ വീണ്ടും പോരിന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.